ഹായ്, വെറൈറ്റി ക്യാച്ചേഴ്സിന്റെ വേറൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോ ഇന്ന് ഞങ്ങൾ ഇവിടെ ഒരു അമ്പലം കാണാൻ പോവാ. അല്ല, അമ്പലത്തിന്റെ പ്രത്യേകത എന്താ? ധാരാസുര ടെമ്പിൾ. ദ്വാരാസുര ടെമ്പിൾ സെഞ്ചുറിയിലേക്ക് ഉണ്ടാക്കിയ വലിയൊരു അമ്പലമാണ്. യുനെസ്കോയുടെ ഇത് കിട്ടിയ മറ്റേ ഉള്ള അമ്പലമാണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിലേക്കുള്ള അമ്പലം. അതെ. അപ്പോൾ ഇവിടുത്തെ ട്രെയിനകത്താണ് പോകുന്നത്. ഡേ 2 നമ്മൾ ട്രെയിനകത്ത് ഇവിടുന്ന് ട്രെയിൻ എടുക്കുക. ഇവിടുന്ന് 10 രൂപ ടിക്കറ്റിൽ ട്രെയിൻ അവിടെ കിട്ടും. അവിടെ വരെ പോകാം. അവിടെ ഇറങ്ങിയിട്ട് അവിടെ എന്തൊക്കെ അവിടുന്ന് തന്നെ അവിടുത്തെ ലോക്കൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക, അവിടുത്തെ ലോക്കലായിട്ടുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, ലോക്കലായിട്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആദ്യം ഞങ്ങൾ ഇന്നലെ ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഷെയർ ഓട്ടോയ്ക്ക് പോകാൻ പറ്റുന്ന ഇതേ ഉള്ളായിരുന്നു. അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ നമ്മളെ കണ്ടിട്ട് എന്താ ഏതാണെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റോട് നോക്കുന്നു. ഇതൊക്കെ കാണപ്പോഴായിരിക്കും. അപ്പം ക്യാമറ എടുത്തിട്ട്, പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റിച്ച ക്യാമറ എടുക്കാൻ ബാഗ് എടുത്തില്ല, പകരം ഇങ്ങനെ കൊണ്ടുവിട്ടൊരു അവസ്ഥയായിപ്പോൾ. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു ക്യാമറ ബാഗ് വലിയ ബാഗിനകത്തായപ്പോണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ശരിക്കും പറഞ്ഞാൽ പെരിയകോവിലോട്ട് പോകാൻ നമുക്ക് ഷെയർ ഓട്ടോ തന്നെ ഏറ്റവും നല്ലത്. ഷെയർ ഓട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു ശരിക്കും ഷെയർ ഓട്ടോ എന്താണെന്നുള്ളത്. ഷെയർ ഓട്ടോ സാധാരണ ഓട്ടോ നമ്മുടെ നാട്ടിലെ പോലെ സാധാരണ ഓട്ടോയാ നമ്മൾ നോക്കിക്കുന്നത്. അതിപ്പോൾ വരും. അപ്പോൾ ശരിക്കും അതല്ല. ഷെയർ ഓട്ടോ എന്ന് പറഞ്ഞാൽ വലിയൊരു ഓട്ടോയാണ്. അതിനകത്തൊരു 10ഓളം പേർക്കൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഓട്ടോയാണ് ഷെയർ ഓട്ടോ എന്ന് പറയുന്നത്. അപ്പം നടന്നു വന്നവരേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. ആ വലിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ റൂം എടുക്കുന്ന ഏറ്റവും നല്ലത്. ഇവിടെ വരുന്നവർക്ക് ഏറ്റവും നല്ലത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി 1411 രൂപയുള്ളൂ AC റൂമിന്. ഇവിടെ ഞങ്ങൾ ഇന്നലെ ഇറങ്ങി ഒരുപാട് സ്ഥലങ്ങൾ AC റൂമൊക്കെ എത്ര റേറ്റ് എന്ന് വെച്ചപ്പോൾ എല്ലാം 2000-2500 രൂപ മേളിലാണ് ഉള്ളത്. നമുക്കൊരു ചായ കുടിക്കാം. അത് ലോക്കലായിട്ടൊരു ചായ അവിടെ നോക്കട്ടെ. ചായ കുടിച്ചിട്ട് വേണം നമ്മൾ ടെമ്പിളിലേക്ക് പോകേണ്ടത്. വളരെ പ്രത്യേകതയുണ്ട്. കല്ലിൽ തൊട്ട് കഴിയുമ്പോൾ സപ്തസ്വരങ്ങൾ വരുന്ന ഒരു അമ്പലമാണ്. എന്തായാലും പോയി നോക്കാം, എന്താണെന്ന് അറിയില്ലല്ലോ. ചായ കിട്ടി, മാറ്റി ചായ കിട്ടിട്ട് ഇനിയുള്ള യാത്ര. ധാരാസുര ടെമ്പിളിലേക്കുള്ള യാത്രയാണ്. ഇടയ്ക്കിടയ്ക്ക് അങ്ങ് മറന്നു പോകാം പേര്. തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ ഇതിൻ്റെ മുഖ്യ കവാടമാണിത്. കവാടം കഴിഞ്ഞാണ് നമ്മൾ അകത്തോട് കയറുകയാണ്. വണ്ടി വരുന്നു, മാറി നിൽക്കുക. ഇത് കണ്ടില്ലേ, 2 സ്റ്റാച്ചു കണ്ടില്ലേ? ഒന്ന് ജയലളിതയുടെ, മറ്റേന്ന് MGR. ഇതാണ് തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ഞങ്ങൾ പ്ലാറ്റ്ഫോം നമ്പർ 1 വെയിറ്റ് ചെയ്യുകയാണ്. ഇതാണ് തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ എന്തായാലും നടുക്കോട് നിൽക്കാം പ്ലാറ്റ്ഫോമിൻ്റെ. പിടിക്കായിരുന്ന പിടിച്ചില്ലേ? ഇവിടെ പട്ടിയെ പിടിക്കാൻ വേണ്ടി ആൾക്കാർ അങ്ങോട്ടേക്ക് കൊണ്ട് സ്റ്റേഷനിലൂടെ നടക്കുന്നുണ്ടോ? ഇവരെ കാണുമ്പോൾ പട്ടി ഓടുന്നുണ്ട്. എനിക്ക് വന്ന് ആ കൂടി പേടിയുള്ള ഇവരെ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. ഈ നെറ്റ് കൊണ്ട് നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിനാണ് വരുന്നത്. വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ഏറ്റവും കൂടുതൽ ലോക്കൽ കമ്പാർട്ട്മെൻ്റാണ് കൂടുതലുള്ളത്. സ്റ്റേഷൻ പിന്നിട്ട് പോവുകയാണ് ഗൈസ്. അറ്റം കാണുന്നില്ല ഗൈസ്, അതുപോലെ പാടമാണ് ഇവിടെ. കണ്ടില്ലേ, നെൽവയലുകളാണ്, നെൽവയലുകൾ. ട്രെയിനിൽ നിന്ന് കിട്ടിയത് നമ്മുടെ കപ്പലിൻ്റെ പുഴുങ്ങിയതാണെന്ന് തോന്നുന്നു. ട്രെയിൻ യാത്ര കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ധാരാസുര റെയിൽവേ സ്റ്റേഷൻ. ചെറിയ റെയിൽവേ സ്റ്റേഷനാണിത്. ധാരാസുരം ഇതൊരു ചെറിയ റെയിൽ സ്റ്റേഷനാണ് ഗൈസ്. നല്ല ഭംഗിയുണ്ട് കണ്ടോ.
കണ്ടോ അവരെല്ലാം വീഡിയോസ് എടുക്കുന്നു കണ്ടോ ഏ ഭയങ്കര കഷ്ടമായിപ്പോയി. ഞാൻ ഇതിനകത്ത് കയറി കുറേ വിഷ്വൽസ് എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്തപ്പോൾ അവിടെ തൊഴാൻ വേണ്ടി ഒരാൾ വന്നു. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു ഇതിൻ്റെ അകത്ത് ഫോട്ടോ അലൗഡ് ആണോ എന്ന്. ഓക്കെ, അപ്പോൾ പുള്ളി പറഞ്ഞു ഫോട്ടോ അലൗഡ് ആണ്. അന്നേരം ഒന്നും ഈ സെക്യൂരിറ്റി ഒന്നും ഞാൻ അവിടെ കണ്ടില്ല. ഈ വെളിയിലൊന്നും സെക്യൂരിറ്റി ഇല്ലായിരുന്നു. വളരെ സിമ്പിളായിട്ട് അകത്ത് കയറിപ്പോയി. അകത്ത് കയറിപ്പോയപ്പോൾ സെക്യൂരിറ്റി വന്നിട്ട് ചോദിച്ചു വീഡിയോ എടുക്കുകയാണോ. ഞാൻ പറഞ്ഞു ആണോ. അപ്പോൾ കാണിക്കാൻ പറഞ്ഞു. കാണിച്ചു. അപ്പോൾ അങ്ങനെ എൻ്റെ വിഷ്വൽസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കുറേ ഫോട്ടോസ് മാത്രമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാം എന്നല്ലാതെ എന്താ പറയുക. ഓരോരുത്തർക്കും ഓരോരോ സംഭവങ്ങളാണ്, ഓരോ റൂൾസും കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ അവർക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. DSLRലും ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ വീഡിയോസ് അലൗഡ് അല്ല എന്നാണ് പറയുന്നത്. അറിഞ്ഞുകൂടാ എന്താണെന്ന്. ഓരോരോ മാറ്റങ്ങൾ, അതിനെ ബാക്കിലെ ചെയ്തോ വികാരം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മൃഗന്തേശ്വര ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ തന്നെ വേറെ ഒരു പലരും ഇവിടെ വന്നിട്ട് മിസ് ചെയ്യുന്ന ഒരു കാര്യമാണിത് കേട്ടോ. ഇത് കണ്ടോ, പഴയ കാലത്തെ ഒരു സ്റ്റെപ്പാണിത്. പക്ഷേ ഇവിടെ മൂത്രത്തിൻ്റെ വാടക കണ്ടോ കേട്ടോ, അതൊന്നും. പക്ഷേ അവിടെ മറ്റേ മൃഗന്തേശ്വര മെയിൻ ടെമ്പിളിൽ കയറിയപ്പോൾ സെക്യൂരിറ്റി ഒന്നും ഫോട്ടോസൊന്നും എടുക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ കുഴപ്പമില്ല. ഇത് കണ്ടില്ലേ, ഇവിടെ വെച്ച് എടുക്കാനൊക്കെ പറ്റും. ഇത് കണ്ടില്ലേ, ഇത് വേറെ ഒരു സ്റ്റെപ്പാണിത്. ഈ സ്റ്റെപ്പ് പഴയ കാലത്തെ നിർമ്മിതിയാണ്. പഴയ കാലത്ത് ഇങ്ങനെ സ്റ്റെപ്പും ഒക്കെ അവർ ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതാണ് മൃഗന്തേശ്വരി ടെമ്പിൾ. അതിൻ്റെ നേരെ ഇവിടെ കാണുന്ന ഇതെന്താണെന്ന് അറിഞ്ഞൂടെ. ഇതൊരു ചെറിയൊരു ക്ഷേത്രമാണ്, പണ്ടത്തെ ക്ഷേത്രമാണെന്ന് തോന്നിയത്. പുതിയതായിട്ടൊക്കെ ഇവരിത് ചെയ്തെടുത്തതാണ്. ഇതൊക്കെ പുതിയ രീതിയിൽ പുതിയ കല്ലുകളോടുകൂടി ചെയ്തതാണെന്ന് തോന്നിയത്. കണ്ടില്ലേ, എവിടെയും ബീറും എല്ലാം കിടപ്പുണ്ട്. സെക്യൂരിറ്റീസിനെ ഒന്നും കാണാൻ പറ്റത്തില്ല. കണ്ടില്ലേ, ഇതാണ് നല്ലൊരു കോമ്പൗണ്ടോട് കൂടിയാണ് കേട്ടോ ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. കണ്ടില്ലേ, നല്ലൊരു കോമ്പൗണ്ട് ഉണ്ട് ഇവിടെ തന്നെ. ആണെന്നാണ് സപ്തസ്വരങ്ങളൊക്കെ വായിക്കുന്ന കല്ലുകൾ. അതിപ്പോൾ മൂടി വെച്ചേക്കാണ്. ഇത് തന്നെ இந்த பக்கம் அப்படி எப்படில திருவள்ளம்புலி അടുത്ത് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഒരു നീത്തിശാലയാണെന്ന് തോന്നുന്നു. അപ്പം ഒരാൾ ഞങ്ങളെ വന്നിങ്ങനെ വിളിച്ചിട്ട് അങ്ങോട്ട് കയറി പോകാൻ എന്തുകൊണ്ടെന്ന് അറിഞ്ഞുകൂടാ. പട്ടുസാരി നെയ്യുന്നതാണ് കണ്ടില്ലേ. തഞ്ചാവൂർ പട്ടുസാരി നെയ്യുന്നതാണ്. ഇതൊക്കെ അന്യം നിന്നുകൊണ്ട് പോകുന്നൊരു സംഭവമാണ്. ഇപ്പോൾ ഇവിടെ ട്രഡീഷണലായിട്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ ഇദ്ദേഹമാണ് വന്ന് വിളിച്ചിട്ട് ഇവിടെ ഈ സംഭവം ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പം ഞങ്ങളിങ്ങോട്ട് വന്നതാണ് അത് കാണാൻ വേണ്ടി. വിസ കൊടുക്കണോ വേണ്ടെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഇവിടെ കാണാൻ വേണ്ടി വന്നതാണ്. പട്ട് നിർമ്മിക്കുന്നത് ഇവിടെയാണ്. തഞ്ചാവൂര് പട്ട് നിർമ്മിക്കുന്ന സ്ഥലമാണ്. ഇത് കണ്ടില്ലേ, ഇത് 7 ദിവസം എടുക്കണം. ഒരെണ്ണം കറക്റ്റ് ചെയ്യാൻ 7 ദിവസം വേണം ഒരു ഫിനിഷ് ചെയ്യുന്ന ഒരു സാരി. It's not designed for the Japan box. That is a Japan box. ാണ് നിർമ്മിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കസവ് കൊടുക്കത്തില്ല. ഈ കസവ് കൊടുക്കുന്ന വേറൊരു സാധനത്തിലാണ്. അത് കണ്ട് മേളിൽ നിന്ന് പിന്നെയും ഇവിടെ വന്നിട്ട് കസവ് കൊടുക്കുന്ന വേറെയാണ്. ഫസ്റ്റ് ഇത് പ്ലെയിൻ സാരി ആയിട്ടാണ് നിർമ്മിക്കുന്നത്. അങ്ങനെയാണ് ഗൈസ് തഞ്ചാവൂർ പട്ട്. സിൽക്ക് സാരിക്ക് 5000 രൂപ ഉണ്ട്. 5000 രൂപയാണ്. ഇതൊക്കെ തഞ്ചാവൂർ സാരീസാണ് കേട്ടോ.
ട്രഡീഷണൽ കളറാണ് കണ്ടില്ല, ഈ ഒരു കളറിലാണ് വരുന്നത്. ഞങ്ങളെല്ലാം കാണിക്കുകയാണ് പ്യുവറായിട്ടുള്ളത്. കേട്ടോ, സാരി നെയ്യാൻ വേണ്ടി വേറെ ആൾ കയറി, കണ്ടില്ലേ? തഞ്ചാവൂരെ ഇതേപോലെ നെയ്ത്ത് ഒരു വീടിൻ്റെ അകമാണ് ഈ കാണുന്നത്. എവിടെയാണ് നെയ്യുന്ന സ്ഥലം, ഇതാണ് അവരുടെ വീട്. അതുപോലെ തന്നെ ഇതൊക്കെ എന്തോന്ന് അറിയത്തില്ല, കണ്ടില്ലേ? ഇതൊക്കെ എനിക്ക് തോന്നുന്നു പൂജാമുറിയാണെന്ന് കേട്ടോ. ഇഷ്ടംപോലെ ദൈവങ്ങളുടെ ഫോട്ടോസൊക്കെ ഉണ്ട്. ഇതുണ്ടല്ലേ, ട്രഡീഷണലാണ് മൊത്തം. ഇതിവിടെ ഇത് സാരികളെല്ലാം ഉള്ളതാണ്. ഇവിടെ നിന്നൊക്കെയാണ് വാങ്ങിക്കാൻ പറ്റുന്നത്. കണ്ടില്ലേ, ഇതെല്ലാം പട്ടുകൾ ഇങ്ങനെ വിരിച്ചിട്ടേക്കാണ് ഇവിടെ നെയ്ക്കാൻ വേണ്ടി, നെയ്തെടുക്കാൻ വേണ്ടി. വേറെ ടെമ്പിളാണ് ഇത്, കണ്ടില്ലേ? ഇത് ഏത് ടെമ്പിളാണ്? അമ്മൻ ടെമ്പിൾ എന്നാണ് പറഞ്ഞതേ, ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഇത് ബൃഹന്തേശ്വര ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള വേറൊരു ക്ഷേത്രമാണ്. ഇതിൻ്റെ നിർമ്മാണം കണ്ടില്ലേ? ഇതും അതുപോലെ തന്നെയാണ്. എന്തായാലും അതിൻ്റെ അകം എടുക്കാൻ കഴിഞ്ഞില്ല. ഇതിൻ്റെ അകമെങ്കിലും നല്ലപോലെ എടുക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. കണ്ടില്ലേ, ഇതെല്ലാം കല്ലുകളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ്. കണ്ടില്ലേ, ഇതിൻ്റെ ഓരോ കൽത്തൂണുകളും അന്ന് ഒരു എക്യുപ്മെൻസും ഇല്ലാതെ ഇത്ര ഫിനിഷിംഗ് ആയിട്ട് ചെയ്തൊരു വർക്കുകൾ കണ്ടില്ലേ? ശരിക്കും പറഞ്ഞാലേ ഇത്രയും തൊട്ടടുത്ത് ഇതുപോലൊരു ക്ഷേത്രം കണ്ടോ, തൊട്ടടുത്ത് ഇത്രയും നല്ലൊരു ക്ഷേത്രം ചിലപ്പോൾ ആരും പെട്ടെന്ന് എക്സ്പ്ലോർ ചെയ്യുമായിരിക്കാം, അറിഞ്ഞുകൂടാ. എന്തായാലും തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇങ്ങോട്ട് നടന്ന് കാണാം. കൊത്തുപണികളാണ് മേളിലോട്ട് പോയേക്കുന്നത്. ഫുള്ള് കൊത്തുപണികളാൽ മേളിലോട്ട് പോയിട്ടുണ്ട്, കണ്ടില്ലേ? ഫുള്ള് മേളി വരെ കൊത്തുപണികളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ചോള രാജാക്കന്മാർ ഭരിച്ചപ്പോൾ പണിതാണ്. ഇനി ഇങ്ങനൊരു നിർമ്മിതി വരുമോ എന്ന് അറിയില്ല. ഫുള്ള് കല്ലിൽ, അത്രത്തോളം അത് ഒന്ന് ചിന്തിക്കണം. ചിലപ്പോൾ വരുമായിരിക്കും ഭാവിയിൽ. എങ്കിലും അന്നത്തെ കാലത്ത് ഇത്രയും വലിയ രീതിയിൽ ഇത് പണിയണമെന്നുണ്ടെങ്കിൽ അവരെന്തുമാത്രം സ്ട്രെയിൻ എടുത്തിട്ടുണ്ടാവും. എത്ര പേരായിരിക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ. അവർക്കിപ്പോൾ ജീവൻ ഉണ്ടാവും. അവർക്ക് ആരാണെന്നോ ഏതാണെന്നോ ഒന്നും അറിയത്തില്ല. തൂണിൽ തീർത്ത് അതിൻ്റെ മേളിൽ പാറയാണ്, പാറ അടുക്കി കറക്റ്റ് ചെയ്തേക്കുന്നതാണ്. കണ്ടില്ലേ, എന്ത് വൃത്തിയായിട്ടാണ് ചെയ്തേക്കുന്നത്. നോക്കൂ, കണ്ടില്ലേ? എല്ലാവരും ഇറക്കിയത് ക്ലോസ് ചെയ്യാണ്. ഒരു പാളി അടച്ച്. ഷർക്കയിൽ നൂല് നെയ്യുന്നുണ്ടല്ലേ? പോകുന്നുണ്ട്, ഇതിനകത്ത് നൂലിങ്ങനെ പോകുന്നത്. നമുക്ക് വേണ്ടി ചെയ്തു തരുവാന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പം ഞങ്ങൾ പോകുമ്പോൾ ഇത് ഓഫ് ചെയ്യും. അങ്ങനെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ, നൂലുകളെല്ലാം. ഓലയിലൊക്കെ മേഞ്ഞൊരു ഹോട്ടലാണിത്, കണ്ടില്ലേ? മസാല ദോശയാണ് ഇവിടെ കിട്ടുന്നത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് നിന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടോ. വരൂ, കമോൺ. കണ്ടോ? മസാല പ്ലെയിൻ ദോശ. അതിൻ്റെ പുറത്തെ ഭംഗി കണ്ടിട്ട് ഒരിക്കലും അകത്ത് നല്ല ഫുഡല്ല എന്ന് വിചാരിക്കരുത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ശരിക്കും നല്ല ഫുഡ് ശരത്തേണ്ട ആസ്വദിച്ച് കഴിക്കുന്നുണ്ടോ? നല്ല ഫുഡാണ്. നല്ല മസാല ദോശ. മസാല കണ്ടില്ലേ, നാടൻ രീതി മസാല ദോശ എന്ന് ഉണ്ടാക്കുന്ന സ്ഥലം. ഇത് വിറവെടുപ്പാണ്. വലിയ ഹൈലൈറ്റ്സ് ആണ് ഇത്. കേരളത്തിൽ ഏതുമേ ഇല്ലേ? പണ്ട് ചിന്ന കൊഞ്ചം പ്രായത്തിലൊക്കെ ഇതേമാതിരി അമ്മ ഒക്കെ അടുപ്പ് കത്തിക്കുന്നുണ്ട്. ഇപ്പൊ എങ്ങുമേ ഇല്ല. ഞങ്ങൾ ബസ്സിൽ കുംഭകോണം ജംഗ്ഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുംഭകോണത്തോട്ട് പോവാണ്. ശ്രീ ശങ്കരപാണി ടെമ്പിളാണ് ഗൈസ് ഈ കാണുന്നത്. ഇതും വലിയൊരു ടെമ്പിളാണ്. ഇത് ക്ഷേത്ര നഗരിയാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതുപോലെ ക്ഷേത്ര നഗരി തന്നെയാണിത്.
രണ്ട് സൈഡും ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിൻ്റെ നടുക്കാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്. വലിയൊരു ക്ഷേത്രമാണ്. നല്ല രസകരമായ പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. അകത്തേക്ക് നമുക്ക് പോവാം. ഇതുകൊണ്ട് ഇതിൻ്റെ വാതിലാണ്, ഇത് കണ്ടില്ലേ? നമ്മുടെ നാട്ടിൽ കാണുന്നതിനകത്തൊരു സ്റ്റാളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ എല്ലാ ക്ഷേത്രങ്ങളും ഇത്രയും വലിയ ക്ഷേത്ര നിർമ്മിതികളാണ്. എല്ലാം ചോള രാജാക്കന്മാർ പണിഞ്ഞ് അല്ലെങ്കിൽ അവർ ഭരിച്ചിരുന്ന കാലത്ത് പണിഞ്ഞ ക്ഷേത്രങ്ങളാണ് മുഖ്യമൊക്കെ. കൂടുതലും അല്ല, മൊത്തം അത് തന്നെ. അതുകൊണ്ട് ഇത്രയും വലിയ ക്ഷേത്രങ്ങൾ ഇവിടുത്തുകാർക്ക് വലിയ പുത്തിരിയല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ഇത്രയും വലിയ ക്ഷേത്രങ്ങൾ വലിയ സംഭവങ്ങളാണ്. ആൾക്കാരൊക്കെ വരുന്നുണ്ടെന്നറിയാം. ഉൾവശമാണ് ഈ കാണുന്നത്, കണ്ടില്ലേ? നിറയെ ആൾക്കാരൊക്കെയും വരുന്നുണ്ട്. മൊത്തം കല്ലുകളാൽ നിർമ്മിച്ചതാണ് ഇതെല്ലാം. കണ്ടില്ലേ, ഇവിടെ ഒരു വലിയൊരു ആന രഥം ഓടിക്കുന്ന ഒരു ഇതുണ്ട്. ഇവിടെ നിന്ന് ആൾക്കാരൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇവിടെ ഇതിൻ്റെ അകത്ത് ഫോട്ടോ അലൗഡ് ആണോ ഒന്നും അറിയത്തില്ല, ഒന്നും എഴുതി വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഫോട്ടോ എടുക്കുന്നത്. അമ്പലം അടയ്ക്കാൻ പോകുന്നത്. ഇതാണ് അമ്പലത്തിലേക്ക് അകത്തേക്ക് പോകുന്നത്. തൊഴുത്തിട്ട് ആൾക്കാരെല്ലാം ഇറങ്ങി വരുന്നുണ്ട്, കണ്ടില്ലേ? വെളിയിലോട്ടുള്ളൊരു കവാടമാണിത്, കണ്ടില്ലേ? ചോള രാജാക്കന്മാരുടെ കാലത്ത് പണിതൊരു ബൃഹത്തായ നിർമ്മിതി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പക്ഷേ ചുറ്റും ഫ്ലാറ്റുകളും കാര്യങ്ങളും ഒക്കെ വന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെയും ഫ്ലാറ്റുകളും ഒക്കെയാണ്, താമസക്കാരും ഒക്കെയാണ്. പക്ഷേ ഈ കോമ്പൗണ്ട് ഉള്ളത് കൊണ്ട് ഈ കോമ്പൗണ്ടിലോട്ട് ആളുകൾ കയറിയില്ല എന്നുള്ളതാണ് സത്യം. അന്നത്തെ കാലത്തെ കോമ്പൗണ്ടൊക്കെ കെട്ടി, നല്ല വലിയ കോമ്പൗണ്ട്, ആർക്കും കയറാൻ പറ്റാത്ത രീതിയിലുള്ള കോമ്പൗണ്ടുകളാണിത്. ആളുകളൊക്കെ സമാധാനപരമായിട്ട് എഴുന്നൊക്കെ ഉണ്ട്, എന്താണെന്നറിയത്തില്ല. ഉത്സവത്തിന് തേര് കെട്ടി വലിക്കാൻ ഉപയോഗിക്കുന്ന കയറാണ് കേട്ടോ. എൻ്റെ കൈ കണ്ടല്ലോ, ഇത്രയും വലിയ കയറാണ്, കണ്ടില്ലേ? തേരുകൾ വലിക്കാനുള്ള കയറാണിത്. ഇത്രയും വലിയ കയറിലാണ്, അത്രയ്ക്കും വലുതാണ് ഇവിടുത്തെ തേരുകളൊക്കെ. ഈ ക്ഷേത്രത്തിൽ കണ്ട ഒരു കാഴ്ചയുണ്ടെന്ന് അറിയാമോ? ഇവിടെ ആൾക്കാരൊക്കെ വന്നിരുന്ന് പടം വരയ്ക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഭയങ്കര ഒരു പീസ്ഫുൾ മൈൻഡാണ്. അതുപോലെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ചുറ്റും. അന്നത്തെ കാലത്ത് ഇവർ പണിതപ്പോൾ, ചോള രാജാക്കന്മാരെ പണിതപ്പോൾ ചുറ്റുമതിൽ കെട്ടി അതിനുള്ളിലായതുകൊണ്ട് തന്നെ ആർക്കും പെട്ടെന്ന് കയറി ഒരു വീട് വെക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് സ്ഥലം കയ്യേറി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇഷ്ടം പോലെ കോമ്പൗണ്ട് അകത്തുണ്ട്. അപ്പോൾ നല്ലൊരു പീസ്ഫുൾ ഇവിടെയൊക്കെ വന്ന് ഇരിക്കുകയും ഒരു സമാധാനപരവും നല്ല തണുപ്പും ഒക്കെയാണ്. ഫുള്ള് കല്ലിൽ തീർത്തുകൊണ്ട് ഭയങ്കര തണുപ്പാണ് ഇവിടെ ഇരിക്കാൻ. നല്ല സൂപ്പറാണ് കേട്ടോ, കൊള്ളാം, നൈസ്. ഇതുണ്ടല്ലോ, ഇത്രയും വലിയ രഥമാണ്. ഞാൻ മുമ്പേ കാണിച്ചില്ല ഒരു കയർ. അപ്പോൾ ഈ കയറൊക്കെ ഈ രഥം കെട്ടി വലിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ കയറൊക്കെ. ഇത് കണ്ടില്ലേ, ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട്. ഇവരുടെ ഉത്സവമായിട്ടനുബന്ധിച്ച് മാത്രമായിരിക്കും ഈ രഥമെല്ലാം എടുക്കുന്നത്. നമുക്കെന്തായാലും അമ്പലത്തിലോട്ടൊന്ന് കിടക്കാം. ഒരുപാടുണ്ട് ഗൈസ്, അങ്ങ് വളരെ ലോങ്ങിലായത് കണ്ടോ. ഇവിടെ ചുറ്റും ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ മേടിക്കത്തക്ക രീതിയിൽ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്താ വേണമെങ്കിലും മേടിക്കാം. നമ്മുടെ ഗുരുവായൂരമ്പലത്തിൽ പോകുമ്പോൾ രണ്ട് സൈഡിൽ സാധനങ്ങളൊക്കെ വിൽക്കുന്നില്ല, പക്ഷേ അവിടെ ഇച്ചിരി വീതിയുണ്ട്, ഇവിടെ ഇച്ചിരി വീതി കുറവാണ്. അമ്പലത്തിലേക്ക് പ്രവേശിച്ചേക്കുമാണ്. ഇവിടെ എല്ലാം ഭിക്ഷക്കാരിപ്പുണ്ട് കേട്ടോ, സൈഡുകളെല്ലാം ഇതെല്ലാം ഭിക്ഷ എടുക്കുന്നവരാണ്. ചെറിയൊരു ഹോട്ടലാണ്, നല്ല ഫുഡാണ്. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരാന നിൽപ്പുണ്ട്. എല്ലാവരും ആനയുടെ അടുത്തോട്ട് പോകുന്നുണ്ട്, പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. പൈസ കൊടുക്കുന്നു, ആന അനുഗ്രഹിക്കുന്നു. കണ്ടില്ലേ, നല്ലൊരു കാഴ്ചയാണിത്.
ഇല്ല കേട്ടോ, പൈസ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കും തുമ്പിക്കൈയിൽ. അത് കറക്റ്റായിട്ട് മേടിക്കുകയും ചെയ്യും. എന്നിട്ട് അവരെ അനുഗ്രഹിച്ച് വിടും. ബ്രോ 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 സൈഡിലേക്ക് ബ്രോ. കുളിരാവുന്നു ആനയെ കണ്ടിട്ട്, കുളിര്. എനിക്ക് വയ്യ. എൻ്റെ ദൈവമേ, 2 ഫോട്ടോ എടുത്തത് വീഡിയോയ്ക്ക് വേണ്ടി, ആനയെ കൊണ്ട് അനുഗ്രഹിപ്പിച്ച്. നോക്കണേ, ഇത് കണ്ടോ, ഇവിടെ താലി, നമുക്ക് താലിക്ക് പകരം ഇവിടെ ഇങ്ങനെ ഈ മഞ്ഞൾ കെട്ടത്തില്ലേ താലിമാലയിൽ, ആ സംഭവം ഇത് താലിച്ചെറുത് ഇരിക്കുന്നു. അപ്പം ഒരു കാര്യം മനസ്സിലായി, ഈ അമ്പലത്തിൽ ധാരാളം കല്യാണം നടക്കുന്ന സ്ഥലം ഇത്.